നടൻ ഷൈൻ ടോം ചാക്കോയും അയാളെ ചുറ്റിപ്പറ്റിയുള്ള ലഹരി കേസുമൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസ് പരാതി നൽകിയതും തുടർന്നുണ്ടായ സംഭവത്തിലും പ്രതികരണവുമായി ഇപ്പോൾ നടി പ്രിയങ്ക അനൂപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഫിലിം ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയങ്കയുടെ പ്രതികരണം. വിൻസി നടത്തിയ തുറന്നു പറച്ചിലിനെ അഭിനന്ദിച്ച പ്രിയങ്ക സെറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് പറയുന്നത്. എന്റെ നിലപാട് സ്പോട്ടിൽ പറയുക എന്നതാണ്. കുറെ കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പുരുഷന്മാരുടെ കൂടെയാണ്. കാരണം പുരുഷന്മാരെ ഒരുപാട് വേട്ടയാടുന്നുണ്ട്. എപ്പോഴും പറയും സമത്വം വേണമെന്ന്. പീഡന കേസ് വരുമ്പോൾ സമത്വവും തുല്യതയും കാണില്ലല്ലോ. പുരുഷനെ മാറ്റി നിർത്തില്ലേ? സ്ത്രീയെ മാത്രം പിന്തുണയ്ക്കുകയുള്ളൂ. എന്ത് കാര്യമുണ്ടെങ്കിലും ആ സ്പോട്ടിൽ പ്രതികരിക്കണം. അപ്പോൾ തന്നെ തീർക്കാലോ നമുക്ക് എന്നാണ് പ്രിയങ്ക പറയുന്നത്. എന്നെ ഒരു പുരുഷൻ തൊട്ടാൽ ഞാൻ അപ്പോൾ പ്രതികരിക്കും. അല്ലാതെ കുറെ നാൾ കഴിഞ്ഞ് കാണിച്ചു കൊടുക്കാമെന്ന പരിപാടിയില്ല. അതിനുള്ള ആരോഗ്യം നമുക്കില്ലേ? ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്യാൻ പോകരുത്. പല വഴിക്കും നല്ല അറിവ് ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോധമില്ലാത്തത് കൊണ്ടല്ലല്ലോ. അതിനാൽ എന്തുണ്ടായാലും സ്പോട്ടിൽ പ്രതികരിക്കുകയോ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയോ ചെയ്യണമെന്ന് പ്രിയങ്ക കൂട്ടിച്ചേർത്തു. ആ കുട്ടിയെ അറിയിക്കാൻ കാരണം അവർക്ക് പറയാൻ തോന്നിയത് കൊണ്ടാണ്. പക്ഷെ അവർ അത് പരാതിയായി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നാളെയാണെങ്കിലും ആരും ഇങ്ങനെ പെരുമാറരുത് എന്ന് പറഞ്ഞതാണ്. അതൊരു വാണിംഗ് ആണ്. ആ വാണിംഗ് സിനിമാ മേഖലയ്ക്ക് നല്ലതാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇത്തരം സംഭവങ്ങളുണ്ട്. അതൊക്കെ സ്പോട്ടിൽ സ്വന്തം നിലയ്ക്ക് കൈകാര്യം ചെയ്യണം. കുറെ കാലം കഴിഞ്ഞിട്ട് എന്തിനാണ് പറയുന്നതെന്നും താരം ചോദിക്കുന്നുണ്ട്. പിന്നെ പുരുഷന്മാരെ മാത്രം എന്തിനാണ് എപ്പോഴും കുറ്റം പറയുന്നത്? പുരുഷന്മാരെ കുറ്റം പറയാം. ഇഷ്ടപ്രകാരം പോയി ഓരോന്ന് ചെയ്തിട്ട് നാളെ അയ്യോ ഞാൻ പാവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാൽ എന്ത് കാര്യമുണ്ടെങ്കിലും സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. ഒരു പരാതി മതിയല്ലോ. ഒരു പുരുഷൻ നോക്കിയാൽ തന്നെ പരാതി കൊടുക്കാനാകുമെന്നും പ്രിയങ്ക പറയും. ഞാൻ സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷമായി. ഈ ഫീൽഡിൽ നിന്നും എനിക്കൊരു ദ്രോഹവും ഉണ്ടായിട്ടില്ല. ദ്രോഹം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. അതുപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത തലമുറ വരുമ്പോൾ ധൈര്യമായി സുഖമായി ജോലി ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതെന്നും പ്രിയങ്ക പറയുന്നു. ഷൈൻ ടോം ചാക്കോയെ കുറിച്ചും പ്രിയങ്ക സംസാരിക്കുന്നുണ്ട്. ഷൈൻ ഷൂട്ടിംഗ് സമയത്ത് പെർഫെക്റ്റ് ആണ്. ഞാൻ ഈ അടുത്ത് കൂടെ അഭിനയിച്ചതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ പറ്റിയാൽ അതാകും നല്ലതെന്നാണ് പ്രിയങ്ക അനൂപ് പറയുന്നത്. അതേസമയം ഈ സംഭവത്തിന്റെ പേരിൽ മലയാള സിനിമയും താരസംഘടനയായ അമ്മയും തകരില്ലെന്നും പ്രിയങ്ക പറയുന്നുണ്ട്. സിനിമാ മേഖലയെ തകർക്കാൻ സാധിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഒരുമയോടെ തന്നെ മുന്നോട്ട് പോകും. അമ്മ സംഘടനയെ പറ്റി പലരും കുത്തും കോമയും ഇട്ട് വിളിക്കുന്നുണ്ട്. ആ കുത്തും കോമയും ഒന്നും ആവശ്യമില്ല. ഞങ്ങളൊക്കെ അമ്മയുടെ മക്കളാണ്. അതിനെ തകർക്കാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങളൊക്കെ എന്ത് വില കൊടുത്തും അമ്മ സംഘടനയുടെ കൂടെ നിൽക്കുമെന്നാണ് പ്രിയങ്ക പറയുന്നത്.